ഹായ് ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ അനിയത്തി കാനഡയിലുള്ള ന്യൂഫൗണ്ട്ലാൻഡ് എന്ന പ്രൊവിൻസിലാണ് ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ടുള്ളത്. അവളിവിടുന്ന് PR ഒക്കെ കിട്ടി. ഇന്ത്യയിൽ നിന്ന് തന്നെ PR എടുത്തിട്ട് പോയിട്ടുള്ളതാണ്. അവർ അവിടെ എത്തിയിട്ട് ഇപ്പോൾ 3 വർഷമായെങ്കിലും അങ്ങനെ പുറത്ത്, അതായത് ഐലൻഡ് പ്രൊവിൻസ് ആയ കാരണം കൊണ്ട് സിറ്റി പ്രൊവിൻസിലേക്ക് പോകാനായിട്ട് അവർക്ക് കുറച്ചൊരു വെക്കേഷൻ ടൈമിലേ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും സ്നോഫോളൊക്കെ ഉള്ള കാരണം ന്യൂഫൗണ്ട്ലാൻഡ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇത് അവളുടെ മകൻ പഠിക്കുന്ന കാൾട്ടൺ യൂണിവേഴ്സിറ്റിയാണ് ഒട്ടാവയിലുള്ളത്. കാൾട്ടണിലാണ് അവൻ BTech തേർഡ് ഇയർ ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റി കാനഡയാണ്. ആൻഡ് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ആൻഡ് ഒട്ടാവ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സിറ്റി ആയ കാരണം കൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുറച്ച് നമ്മുടെ നാട്ടിലത്തെ അത്ര തിരക്കൊന്നും ഇല്ലെങ്കിലും മെട്രോസും വലിയ ബിൽഡിങ്സും ബസ് സർവീസുകളൊക്കെ ഉണ്ട്. കാരണം ഇതൊന്നും വളരെ കുറവാണ്. ന്യൂഫൗണ്ട്ലാൻഡിൽ മെട്രോ ഒന്നും ഇല്ല. അപ്പം അവർ അതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിലും മെട്രോസ് ഒക്കെ ഉള്ളതാണ്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒണ്ടാരിയോയിലുള്ള എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൽ കയറി. ആൻഡ് ഇതവിടുത്തെ ഒരു വലിയൊരു മോളാണ്. ഒരു ജസ്റ്റ് കറങ്ങാനൊക്കെ പോയപ്പോൾ അങ്ങനെ ഇത്. പിന്നെ അവിടുത്തെ ഒണ്ടാരിയോയിലാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് കാനഡ, ബിക്കോസ് അതാണല്ലോ ക്യാപിറ്റൽ സിറ്റി. സോ അവിടെ ഒരു ബോൺഫയർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവർ പോയിരുന്നത് ടൊറൻറ്റോയിലാണ്. ടൊറൻറ്റോയിൽ CN ടവർ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ CN ടവർ കാണാനാണ് അവർ ടൊറൻറ്റോയിലേക്ക് പോയത്. അപ്പോൾ CN ടവർ ആണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ആ ഒരു സംഭവമായിരുന്നു CN ടവർ. ആൻഡ് പിന്നെ അവൾ അവിടെ നിന്ന് പോയത് നയാഗ്ര. ആൻഡ് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ വലിയൊരു ഡ്രീം ആയിരുന്നു അവൾക്ക് നയാഗ്ര കാണണം എന്നുള്ളത്. സോ നയാഗ്രയിലേക്കാണ് ഇപ്പം ഇത് നയാഗ്ര വാട്ടർഫാൾസ്. അതിൻ്റെ ഒരു ഭാഗം US ആണെങ്കിൽ മറ്റൊരു ഭാഗം കാനഡയാണ്. അപ്പോൾ അവിടെ അടുത്ത് പോയിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ആൻഡ് അവരതൊക്കെ ചെയ്തിട്ടുണ്ട്. അവരതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് വന്നത്. നല്ല ഭംഗിയുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഇടാനായിട്ട് കാരണം. താങ്ക് യു ഗൈസ്.